ഹലോ ഓൾ. ഈ വീഡിയോ USS എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ളതല്ല. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് USS എന്നാലും ഒന്ന് എഴുതി നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണമെന്നില്ല. അതല്ല, എന്തായാലും എനിക്ക് USS കിട്ടിയേ തീരൂ, അത് ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു USS എഴുതുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഓക്കെ, അല്ലാത്തവർക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ഈ വീഡിയോ കാണണമെന്നില്ല, വെറുതെ സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ് USS. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 30-day സ്റ്റഡി പ്ലാൻ ആണ്. നമുക്ക് ഇനി USSന് ഏകദേശം 30ഓളം ദിവസങ്ങളാണുള്ളത്. ആ 30 ദിവസങ്ങളിൽ ഏറ്റവും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് USS നേടിയെടുക്കാം, അത് എന്തായാലും ഞാൻ നേടിയേ തീരൂ എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ചെയ്യുന്നത് 30 days ആണല്ലോ. ആ 30 daysനെ നമ്മൾ 3 ആയിട്ട് തിരിക്കും. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് 3 ഫേസസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 30 ദിവസത്തെ 10 ദിവസം വീതമുള്ള 30 ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങളുടേതായ രൂപത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്താം, പക്ഷെ മൊത്തത്തിൽ കൊളാക്കിക്കളയരുത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായ ഒരു പ്ലാനിങ് ചെയ്യുക. ചിലപ്പോൾ നമ്മളിവിടെ സയൻസിന് എടുക്കുന്ന സമയം, നിങ്ങൾ ഓൾറെഡി സയൻസ് ഒക്കെ നന്നായി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ദിവസം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് സോഷ്യലാണ് കൂടുതൽ സമയം വേണ്ടത്, അതിലേക്ക് കൂടുതൽ സമയം കൊടുക്കാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി തീരെ ഒരു പ്ലാൻ ഇല്ലാതെ പോകരുത്. ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഫേസ് നമ്മുടെ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ലാത്ത ആളുകൾക്കടക്കം നന്നായി നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഫേസ് ഫൗണ്ടേഷൻസ് ആണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ബേസ്, അതിൻ്റെ കൺസെപ്റ്റ് പഠിക്കാനുള്ള സമയമാണ് ഫസ്റ്റ് 10 days എന്ന് പറയുന്നത്. ഡേ 1 to 10 ഒരു കോർ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ദിസ് ഗോൾ ഈസ് ടു റാപ്പിഡ്ലി ഫിനിഷ് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്. നമ്മുടെ SCRT സിലബസിലുള്ള അല്ലെങ്കിൽ നമുക്ക് USSന് വരുന്ന ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, റാപ്പിഡ്ലി അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. ഫസ്റ്റ് 10 days കിട്ടുന്നത് പോലെ കാര്യം മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു പിന്നെ ഒഴിവൊന്നും പിന്നെ നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത് ഈ സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ഹൈ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ, നല്ല വെയിറ്റേജ് ഉള്ള എന്തായാലും വരാൻ സാധ്യതയില്ല, അതൊക്കെ നമ്മുടെ ചാനലിലൂടെയൊക്കെ അത്തരത്തിലുള്ള വീഡിയോസും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഏതൊക്കെയാണ് നിർബന്ധമായും വരാൻ സാധ്യതയുള്ളത്, നല്ല സാധ്യത കൂടിയത്, കുറഞ്ഞത്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ ആദ്യ 10 ദിവസങ്ങൾ, അതിൽ തന്നെ ഡേ 1 to 3 ആദ്യ 3 ദിവസം നമുക്ക് ബേസിക് സയൻസ് എടുക്കാം. പിന്നെ 4 to 6 നമുക്ക് മാത്സ് എടുക്കാം. അതേപോലെ തന്നെ 7 to 9 സോഷ്യൽ സയൻസ് എടുക്കാം. 10th ഡേ ലാംഗ്വേജ് എടുക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാം. അതെന്താ വെച്ചാൽ നിങ്ങളുടേതായ രൂപത്തിൽ വേണമെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യുകയും ചെയ്യാം. കാരണം സയൻസ് നന്നായി അറിയുന്ന ആൾക്ക് ചിലപ്പം സോഷ്യലിന് കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഏകദേശം ഒരു പ്ലാന് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ 10 ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്തുകൊണ്ട് എല്ലാ ഭാഗങ്ങളും, ഇപ്പോൾ സയൻസിലാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്, മോഷന്, സബ്സ്റ്റൻസസ്, ഇതുപോലുള്ള കാര്യങ്ങൾ, അതിൽ തന്നെ ഡയഗ്രാംസ് ഒക്കെ ഒന്ന് വരച്ച് നോക്കുക. ഡയഗ്രാം വരക്കാനൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് പിന്നെ അത് വരക്കുമ്പോഴാണ് നമുക്കതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ തലച്ചോറിലേക്ക് കയറുക, നമ്മുടെ ബ്രെയിനിലേക്ക് കയറുക. വരച്ച് നോക്കി തന്നെ പ്ലാന്റ് ആനിമൽ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, പിന്നെ മാത്സിലാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, ജിയോമെട്രി ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പ്രാക്ടീസ് മാത്സിൽ ഏറ്റവും പ്രധാനം പ്രാക്ടീസാണ്. ജസ്റ്റ് വായിച്ചു പോകാൻ ആർക്കും കഴിയും, പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ സ്ക്വയേഴ്സ്, അതുപോലെ തന്നെ ക്യൂബ്സ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെമ്മറൈസ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക ഈ ഒരു സമയത്തിൽ ആദ്യ 10 ദിവസങ്ങളിൽ. സോഷ്യൽ സയൻസിലാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് റിവ്യൂ ചെയ്യുക. കേരള ജിയോഗ്രഫിയും അതുപോലെ തന്നെ മുഗൾ എംപയർ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഫേസ് 2യിലേക്ക് കടക്കുക അല്ലേ. രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ കിടക്കുകയാണ്, സോൾവ് ആൻഡ് പാച്ച് അല്ലേ. അതാണ് ആ ഒരു ഫേസിന് നമ്മൾ കൊടുത്തിട്ടുള്ള പേര്. അതിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടത്, ഏറ്റവും മിനിമലി ചെയ്യേണ്ട കാര്യം കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അതിനപ്പുറത്തേക്ക് ചെയ്യണം. ഏറ്റവും മിനിമം 5 PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ USS ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യണം. ഇതിൽ നമ്മൾ ചിന്തിക്കുക വെച്ചാൽ USSൽ ഇപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ടോപ്പിക്സ് അല്ലാത്തതൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ 5 PYQ ക്വസ്റ്റ്യൻസ്, നല്ല പ്രീവിയസ് ഇയർ USS ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ ഫുള്ളി ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ ഈ സബ്ജക്ട് ചേഞ്ച് ഉള്ളതൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടാതാവും, അതൊന്നും പ്രശ്നമല്ല. ഏകദേശം അതിൻ്റെ ഒരു രൂപം മനസ്സിലാവാൻ, ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാവാൻ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ടും മിനിമം 5 നമ്മൾ ചെയ്യുക. പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം. ഈ വർഷത്തെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പം ആ ഒരു പ്രാക്ടീസ് മോഡാണ് യഥാർത്ഥത്തിൽ ഈ ഒരു
സെക്കൻഡ് ഫേസിൽ വേണ്ടത്. അതിൽ ഏറ്റവും മിനിമലി ചെയ്യേണ്ടതാണ് PYQs എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ആ ഒരു 10 ദിവസം ഉണ്ട് അല്ലേ, ആ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. മറ്റേ നമ്മൾ പഠനത്തിലാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ലേണിങ്ങിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത് അല്ലേ. ഈ ലേണിങ്ങിൻ്റെ തന്നെ ഭാഗമാണെന്ത്, ഈ സോൾവ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ആ പ്രാക്ടീസ് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളത് ലേണിങ്ങിൻ്റെ ഭാഗമാണ്. അല്ലാതെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. പഠിക്കുന്നതിൻ്റെ തന്നെ ഭാഗമാണെന്ത്, സോൾവ് ചെയ്യുക എന്നുള്ളതും. അപ്പം ഒരു റീഡിങ്ങിൽ നിന്നും കുറച്ചും കൂടി സോൾവിങ്ങിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തൊക്കെയാണ് പിന്നെ മറന്നു പോകുന്നത്, അതുപോലെ തന്നെ എവിടേക്കാണ് തെറ്റിപ്പോകുന്നത്, ഇതൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 5 സെറ്റ് ഓഫ് പ്രീവിയസ് ഇയർ USS ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പം ഇതിന് നമുക്ക് ഈ രണ്ടാമത്തെ 10, മറ്റേത് ആദ്യത്തെ 10 നമ്മൾ നമ്മുടേതായ രൂപത്തിലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കണം. രണ്ടാമത്തെ 10 നമ്മളൊരു മോർണിംഗിൽ മിനിമം 1 hour എങ്കിലും ഇതിനു വേണ്ടി മാറ്റണം. അവിടെയാണ് നമ്മൾ ഒരു 1 hourൽ മിനിമം ഒരു 20 to 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ കവർ ചെയ്ത് പോകണം. എല്ലാ ദിവസവും രാവിലെ മിനിമം ഒരു 20 to 30 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. ആ നിലക്ക് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് തെറ്റുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ ഒരു അക്യുറസി നമ്മൾ ബിൽഡ് ചെയ്യുക. ഈ സോൾവ് ചെയ്യുന്നിടത്ത് നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റും അല്ലേ. അതാണ് ഈവനിങ്ങിൽ 1 hour നമ്മൾ എന്ത് ചെയ്യണം, ഒരു എറർ റിവ്യൂവിന് വേണ്ടി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തെറ്റിയത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് റിവ്യൂ ചെയ്യാനാണ് ഈവനിങ് ടൈം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ആ ഒരു 10 ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് സോൾവിങ്, എറർ റിവ്യൂയിങ്, സോൾവ് ചെയ്യുക, എറർ റിവ്യൂ ചെയ്യുക. ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. അപ്പം ആ എറർ റിവ്യൂ എന്നുള്ളതാണ് ഈവനിങ്ങിൽ. നൈറ്റിൽ നമ്മൾ ഒരു 30 minutes മിനിമം പറഞ്ഞതാണ്, ഒരു 1 hour എങ്കിലും നമ്മൾ എടുക്കുക. ഒരു ക്വിക്ക് റീകോൾ, മൊത്തം നമ്മൾ ആ ഒരു പിന്നെ ഫോർമുലാസും ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുക. അതേപോലെ തന്നെ അന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സ്വന്തം ഒന്നുകൂടി എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. അതായത് ഇന്ന് ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് ഇന്ന ചാപ്റ്ററിലുള്ള ഭാഗങ്ങളാണ്, അതിൽ ഇന്ന ടോപ്പിക്സ് ആണുള്ളത്, അതിൽ എനിക്ക് തെറ്റിയത് ഇതാണ്, ശരി എന്നതാണ്, ഇതൊക്കെ റീകോൾ ചെയ്യുക പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് നൈറ്റ് ടൈമിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ടൈം സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ ഫേസ് 3യിൽ ആണ് നമുക്ക് സ്പീഡ് എന്ന് പറയുന്ന ഫേസിലേക്ക് വരുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആൾട്ടർനേറ്റീവ് ഡേയ്സിലും നമ്മൾ എടുക്കേണ്ടത്. മോക്ക് ടെസ്റ്റുകൾ ഇപ്പോൾ നമ്മൾ എക്സാം വൈയുടെ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. എക്സാം വൈയിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് കിട്ടും. അതിലൂടെ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ അതിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. പരമാവധി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ പ്രാക്ടീസ് OMR പബ്ലിക് ടു അവോയ്ഡ് എറേഴ്സ് അണ്ടർ പ്രഷർ അല്ലേ. OMR ഒക്കെ പറ്റുമെങ്കിൽ OMR ഇവിടെ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് അതൊക്കെ ബബിൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ അവസാനത്തെ ദിവസം കുറച്ചും കൂടി റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. അന്ന് ടെൻഷൻ അടിച്ച് കൊളാക്കരുത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. അതിൽ തന്നെ ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളൊരു USS എക്സാം അവിടെ പോയിട്ട് എക്സാം ഹാളിലായിരിക്കരുത് ആദ്യമായി എഴുതേണ്ടത്. അതിന് മുമ്പേ നിങ്ങൾ USS പരമാവധി എഴുതി കഴിഞ്ഞിരിക്കണം. ഒരു 10 USS ഒക്കെ എഴുതി കഴിഞ്ഞിട്ടായിരിക്കണം ഫൈനൽ USSൽ നിങ്ങൾ പോകേണ്ടത്. എന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഫൈനലിൽ പോകേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ഫെമിലിയർ ആയിരിക്കും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് കുറേ തെറ്റിപ്പോകാം. അപ്പോൾ ഒരുപാട് ചെയ്ത് അവസാനം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വലിയ ഉപകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ തന്നെ എക്സാം വൈ ലേണിങ്ങും അതുപോലെ തന്നെ KSTUയും ചേർന്നുകൊണ്ട് ഓൾ കേരള CM കിഡ്സ് UP അതായത് USS മോഡൽ എക്സാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും സെൻറ്റേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. അത് February 8-നാണ്, സൺഡേ February 8-നാണ്. അപ്പം അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അത് നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. കാരണം കേരളത്തിലുള്ള USS എഴുതുന്ന മാക്സിമം കുട്ടികൾ എന്ത് ചെയ്യും, ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ആ മാക്സിമം കുട്ടികളുടെ കൂടെ മത്സരിച്ച് നമുക്കൊരു USS പോലുള്ള ഒരു എക്സാം എഴുതാനുള്ളൊരു അവസരമാണ്. അതിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എനിവേ ഈ ഒരു നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 7736021333 ഇതാണ് ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇതിലേക്ക് എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ മോക്ക് ടെസ്റ്റുകൾ, ഇതൊറ്റ മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് USS എഴുതുന്നത് പോലെ പോയിട്ട് എഴുതുന്ന എക്സാമാണ്. പക്ഷേ അല്ലാതെയുള്ള ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്താൽ അതിലൊക്കെ പരമാവധി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പം ഒന്ന് മൊത്തത്തിൽ 30-day റോഡ് മാപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ 10 ദിവസം ആ ഒരു കോർ ടോപ്പിക്സ് കവർ ചെയ്യുക. പിന്നെ ഉള്ളത് PYQs, അതുപോലെ തന്നെ എറർ മാപ്പിംഗ്, അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു 9 ദിവസം മോക്ക് ടെസ്റ്റുകൾ, മൊത്തത്തിലൊന്ന് ക്വിക്ക് റീക്യാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഒരു ലാസ്റ്റ് ദിവസം ഒരു റിവ്യൂ ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓഫ്ലൈൻ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു പ്രോ ടിപ്സ്, നിങ്ങൾ ഏറ്റവും
ഫസ്റ്റ് റാങ്കിലൊക്കെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സയൻസിലാണെങ്കിൽ പ്ലാൻ ആനിമൽ ക്ലാസിഫിക്കേഷൻ ഡയഗ്രംസ് അതൊക്കെ നമ്മൾ മാസ്റ്റർ ചെയ്യുക. മാത്സിലാണെങ്കിൽ ഡെയിലി പ്രാക്ടീസ് ഓഫ് ഇക്വേഷൻസ് ജോമെട്രി എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം മാത്സിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മലയാളത്തിലാണെങ്കിൽ ചൊല്ലുകൾ അല്ലെ, പ്രോവേർബ്സ്, അതുപോലെ തന്നെ പോയം അനാലിസിസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. സിവിക്സിലാണെങ്കിൽ മെമ്മറി, ബേസിക് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 30 ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആക്റ്റീവ് റീകോൾ. നമ്മൾ ജസ്റ്റ് വായിച്ച് പോവുക അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോവുക എന്നുള്ളതല്ല, ഒരു ആക്റ്റീവ് റീകോൾ. നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി നോക്കുക. ഇന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു എഴുതി നോക്കുക. അത് നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര വെറുതെ സമയം കളയല്ലേ. അല്ല, നിങ്ങൾ കുറേ വായിക്കുന്നതിനേക്കാൾ നല്ലതാണ് വായിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ബുക്ക് അടച്ചു വെച്ച് അതൊന്ന് എഴുതി നോക്കുന്നത്. ആ എഴുതി നോക്കലിലൂടെ നിങ്ങൾ മറക്കാനുള്ള സാധ്യത വളരെ കുറയും. അപ്പോൾ ആ ആക്റ്റീവ് റീകോൾ നിങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ വെറുതെ പിന്നെയും വായിക്കുന്നതിനേക്കാൾ എത്രയോ എഫക്റ്റീവാണ് ഈ ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എറർ ലോഗ്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് തെറ്റുന്നത് എന്നുള്ളത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ആ തെറ്റിയത് മാത്രം പിന്നെ നോക്കിയാൽ നമുക്ക് ഒരുപാട് എറേഴ്സ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫോർമുല ഷീറ്റുകൾ, മാത്സിലും സയൻസിലൊക്കെ ഉള്ള ഫോർമുലാസ് ഒരു പേജിൽ എഴുതി വെച്ചാൽ പിന്നെ അതിങ്ങനെ ജസ്റ്റ് ഇടക്കിടക്കൊന്ന് വായിച്ച് നോക്കിയാൽ ഈ 30 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. അത് ചെയ്താൽ വലിയ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഉപകാരമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് USS ഉറപ്പാണ്. ഇത് ഞാൻ പറയുമ്പം ഇത് ജസ്റ്റ് ഒരു ദിവസമോ 2 ദിവസം ചെയ്യാനുള്ളതല്ല, 30 ദിവസവും ഈ പറഞ്ഞ അതേ പാറ്റേണിൽ കൺസിസ്റ്റൻ്റായി, ഒരു ദിവസം ചെയ്ത് 3 ദിവസം ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യമില്ല. 30 ദിവസം കൺസിസ്റ്റൻ്റായി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ USSൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്റ്റാർട്ട് ചെയ്യുക. നല്ല ഫോക്കസോടുകൂടി ഇരിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ എക്സാം വഴി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതിനു വേണ്ട ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സുകളും ND-ക്യൂസുകൾ ഇതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിലൂടെ ജോയിൻ ചെയ്താൽ അതിലൂടെ മോക്ക് ടെസ്റ്റുകളും ക്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ നിലക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എക്സാം വഴി നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, താങ്ക് യു.